യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനം നേരുന്നു. പുതിയൊരു പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചും ദൈവത്തോടൊപ്പം നമ്മുടെ ദിവസം തുടങ്ങുവാൻ ദൈവം അവസരം തന്നതിന് ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം തിരുവചനം. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിലെല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുൾ ചെയ്തിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ പിതാവായ ദൈവം ഇന്ന് തുടച്ചു മാറ്റും. നിങ്ങൾ എന്തിനെ ഓർത്താണ് വിഷമിച്ചിരിക്കുന്നത്? ആ കാര്യം ദൈവം നിങ്ങൾക്കത് സാധിച്ചു തരിക തന്നെ ചെയ്യും. ദുഃഖിച്ചാണിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് മായ്ച്ചു കളയും. കണ്ണുനീർ തുടയ്ക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ അപമാനം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം നിങ്ങളിൽ എല്ലാവരിലും ഇന്ന് സംഭവിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനം എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.